നൈറ്റ് കിട്ടാനൊന്നും ആരും വരാത്തത്. അല്ലടേ, നീയല്ല കഴിഞ്ഞ ആഴ്ച 3 നൈറ്റ് വാങ്ങിയത്. ഇനി നിനക്ക് നൈറ്റ് വേണോ? നൈറ്റ് വാങ്ങാനൊന്നും അല്ല, ആരെങ്കിലും നൈറ്റിയും കൊണ്ട് വന്നിട്ടുണ്ട് ഒരായിട്ട് കുറച്ച് വർത്താനം പറയാലോന്ന് വിചാരിച്ചിട്ട്. അല്ല, അതാരൊക്കെയാ വരുന്നത്? എന്തായാലും നൈറ്റ് കച്ചവടക്കാരൊന്നും അല്ല. അത് ബ്ലോക്കിലെ ഉദ്യോഗസ്ഥന്മാരാന്നാ തോന്നുന്നത്. തുടങ്ങിക്ക പണി. ചേച്ചി, ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ നേരമില്ല. ഞാൻ ഉത്തരവാദിത്തത്തോടെ പണിയെടുക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? ഞാള് ഒരാളെ പറ്റിട്ട് ഒരു വിവരം അറിയാൻ വേണ്ടി വന്നേ. അന്നേരം നിങ്ങൾ ബ്ലോക്ക് നല്ലേ? ബ്ലോക്കുന്നോ? ഞാള് വന്നത് കൂരാച്ചുണ്ടില് ചേമ്പും കുയില് സുമേഷ് എന്ന് പറഞ്ഞ ആളറിയോ നിങ്ങള്? അച്ഛന്റെ പേര് ശശി. അത് നമ്മുടെ ശ്യാമളേച്ചിന്റെ മോനല്ലേ? ഏത് ആ മുടിയെല്ലാം നെട്ടി നടക്കുന്ന ചെക്കനോ? കല്യാണാലോചനയാന്നാ തോന്നുന്നത്. അറിയോ? ഓ, ശ്യാമളേന്റെ മോനല്ലേ? ഞാളോട് ചോദിക്കണ്ട, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിച്ചോ. അതെന്താ? ഞാളെന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് ലാസ്റ്റ് ശ്യാമള വന്ന് ഞാളെയായിരിക്കും ചീത്ത വിളിക്കുക. നിങ്ങൾ പറ. കൊറേ പൈസയും സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓളെ നാക്കിന് 8 അടി നീളാ. ആ ചെക്കന്റെ കാര്യം പറയട്ടെ. കത്തിന്റെ മേലെ ഒട്ടിക്കുന്ന സാധനല്ലേ, അത് നാക്കിന്റെ മേലെ ഒട്ടിച്ച് നടക്കുന്ന ചെക്കനാ. ഏത് സ്റ്റാമ്പോ? പിന്നെ CDMA ഉണ്ട്. MDMA ഉദ്ദേശിച്ച്. അതുകൊണ്ട് നിങ്ങൾ അതിന് നിക്കണ്ടോ. അല്ല, ഓർക്ക് സ്വത്തും മുതലൊക്കെ ഇല്ലേ? സ്വത്തും മുതലും ഉണ്ടായിട്ട് എന്താ കാര്യം? സംസ്കാരം വേണ്ടേ? നിങ്ങളുടെ മോൾ അവിടെ കിട്ടുന്ന അറിയിക്കും കേട്ടോ. പെണ്ണ് നിരയിക്കാനോ? എന്റെ പൊന്നാര ചേച്ചി, ഞങ്ങളെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നോന്നല്ല. ഓലെ കാറിന് ഒരു ലോണിന് അപേക്ഷിച്ചു. ആ ലോണ് തിരിച്ചടയ്ക്കാനുള്ള ആസ്തി ഓൽക്കുണ്ടോ എന്നറിയാനാ ഞാള് വന്നത്. എന്തായാലും സ്വത്തും മുതലുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്കത് മതി കേട്ടോ. എന്നാ ശരി, ഓക്കെ. ഇനിയിപ്പ ശ്യാമള കാറിൽ വരുന്നതും കൂടി കാണണല്ലോ പഠിച്ചവനെ.